നമസ്കാരം. ഇഫക്ട് ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് 2.5 കിലോമീറ്റർ ദൂരത്തായി സ്ഥിതി ചെയ്യുന്ന ക്രൈസ്തവ ദൈവാലയമാണ് വെട്ടുകാട് പള്ളി മാതൃദേ ദേവൂസ് ദൈവാലയം. തിരുവനന്തപുരം ലത്തീൻ രൂപതയിലെ പ്രധാന തീർത്ഥാടന കേന്ദ്രമാണ് വെട്ടുകാട്. ഭാരതത്തിൻ്റെ 2ാം അപ്പോസ്തലൻ എന്ന് അറിയപ്പെടുന്ന വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിൻ്റെ പാദസ്പർശനത്താൽ അനുഗ്രഹീതമായ പുണ്യഭൂമിയാണ് വെട്ടുകാടെന്ന് വിശ്വസിക്കപ്പെടുന്നു. പോർച്ചുഗീസ് മിഷനറിമാരുടെ വരവിന് മുൻപ് തന്നെ വെട്ടുകാട്ടിൽ ഒരു ജപാലയം ഉണ്ടായിരുന്നതായും ഒരു ക്രൈസ്തവ സമൂഹം ഇവിടെ നിലനിന്നിരുന്നതായും പാരമ്പര്യ വിശ്വാസമുണ്ട്. മാദ്രെ എന്ന ഇറ്റാലിയൻ പദത്തിൻ്റെയും ദേ ദേവൂസ് എന്ന പോർച്ചുഗീസ് പദങ്ങളുടെ സമ്മിശ്ര രൂപമായ മാതൃ ദേ ദേവൂസ് എന്ന നാമമാണ് ദൈവാലയത്തിന് നൽകിയിരിക്കുന്നത്. ദൈവത്തിൻ്റെ അമ്മ എന്നാണ് ഈ പദങ്ങളുടെ അർത്ഥം. കന്യകാമറിയത്തിൻ്റെ നാമത്തിലാണ് ഇവിടുത്തെ ദൈവാലയം സ്ഥാപിതമായിരിക്കുന്നത്. 1942 ക്രിസ്തു രാജൻ്റെ തിരുസ്വരൂപം ഇവിടെ സ്ഥാപിക്കുന്നത്. ഇടവകാംഗമായ റെവറൻ ഫാദർ CM ഹിലാരിയുടെ പൗരോഹിത്യ സ്വീകരണത്തിൻ്റെ ഓർമ്മയ്ക്കായി അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളാണ് ക്രിസ്തുരാജ സ്വരൂപം ഇടവകയ്ക്ക് സമർപ്പിച്ചത്. ആദ്യം ദൈവാലയത്തിനകത്തായിരുന്ന തിരുസ്വരൂപം 2 വർഷത്തിന് ശേഷം അന്നത്തെ കൊച്ചി മെത്രാനായിരുന്ന റെവറൻ ഡോക്ടർ ജോസ് അൽവർണസ് ആണ് ഇപ്പോൾ തിരുസ്വരൂപം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് വെഞ്ചരിച്ച് പ്രതിഷ്ഠ നടത്തിയത്. എല്ലാ വർഷവും ലത്തീൻ ആരാധനാ ക്രമവർഷത്തിലെ അവസാന ഞായറാഴ്ചയാണ് ക്രിസ്തുരാജിൻ്റെ രാജ്യത്വ തിരുനാൾ ആഘോഷിക്കുന്നത്. ഇന്ന് കേരളത്തിലെ ഒരു പ്രധാന ക്രിസ്ത്യൻ തീർത്ഥാടന കേന്ദ്രമായാണ് വെട്ടുകാട് അറിയപ്പെടുന്നത്. 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവം വളരെ വിപുലമായും ആഘോഷമായുമാണ് കൊണ്ടാടുന്നത്. കേരളത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ജാതി മതഭേദമന്യേ ആയിരക്കണക്കിന് തീർത്ഥാടകർ അന്നേ ദിവസം ഇവിടെ എത്താറുണ്ട്. കൂടാതെ എല്ലാ വെള്ളിയാഴ്ചയും അനവധി പേർ ക്രിസ്തുരാജൻ്റെ അനുഗ്രഹം തേടി എത്താറുണ്ട്. 1980 അന്നത്തെ ഇടവക വികാരിയായിരുന്ന ഫാദർ സ്റ്റീഫൻ ആണ് ഇവിടെ പാദപൂജ ആരംഭിച്ചത്. എല്ലാ വെള്ളിയാഴ്ചയും ക്രിസ്തുരാജ സന്നിധിയിൽ നടത്തപ്പെടുന്ന പാദപൂജയിൽ ജാതി മതഭേദമന്യേ നിരവധി തീർത്ഥാടകർ സംബന്ധിക്കാറുണ്ട്. ഈ പടിക്കിട്ടിറങ്ങി താഴേക്ക് പോകുമ്പോൾ നമ്മുടെ മ്യൂസിയത്തിൻ്റെ കവാടത്തിലേക്ക് എത്തുകയാണ്. അവിടെ ഒരു അപ്പച്ചൻ നമ്മളെ സ്വീകരിക്കാനുമുണ്ട്. പഴയ ദൈവാലയ ഗോപുരശില. വെട്ടുകാട് ഇടവക പള്ളിയിലെ ഗോപുര നിർമ്മാണം 1925 ആരംഭിച്ചു. വെട്ടുകല്ല്, കരിങ്കല്ല്, തുർക്കി മിശ്രിതം, കുമ്മായം ചാന്ത് എന്നിവയാണ് ദൈവാലയ നിർമ്മാണത്തിനായി ഉപയോഗിച്ചത്. ഈ ദൈവാലയം ജനങ്ങളുടെ വരുമാന വിഹിതം, ശ്രമദാനം എന്നിവയുടെ ഫലമാണ്. മ്യൂസിയത്തിൻ്റെ കവാടത്തിന് മുന്നിലാണ് നമ്മളിപ്പോൾ. കവാടം മെല്ലെ തുറന്ന് അകത്ത് കയറി വിശേഷങ്ങളൊക്കെ കണ്ടു മടങ്ങാം. ക്രിസ്റ്റസ് റെക്സ് ക്രിപ്റ്റ് ചാപ്പൽ, കോർപ്പസ് ക്രിസ്റ്റി അഡോറേഷൻ ചാപ്പൽ 2024 നവംബർ 8 ആർച്ച് ബിഷപ്പ് റെവറൻ ഡോക്ടർ തോമസ് ജെ നെറ്റോയാണ് ഇത് ഉദ്ഘാടനം നിർവഹിച്ചത്. ക്രിപ്റ്റ് ഏരിയ വർക്ക് തുടങ്ങിയത് 2024 ജനുവരി 11 അന്ന് വികാരിയായിരുന്നത് റെവറൻ ഡോക്ടർ എഡിസൺ ആയിരുന്നു, അന്നത്തെ പാരിഷ് പ്രീസ്റ്റ്. തുടക്കത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ഇടുങ്ങിയ വാതിൽ, ജീവനിലേക്ക് നയിക്കുന്ന വാതിൽ. ഇടുങ്ങിയതും വഴി വീതി കുറഞ്ഞതുമാണ്, അത് കണ്ടെത്തുന്നവനോ ചുരുക്കം. മത്തായിയുടെ സുവിശേഷം 7:14. നിശബ്ദത പാലിക്കണമെന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഒപ്പം
ചാപ്പലിൽ ഫോട്ടോഗ്രാഫി പാടില്ല എന്ന നിർദ്ദേശമുണ്ട്. പിന്നെ മാധ്യമപ്രവർത്തകനായതുകൊണ്ട് ഒരു എക്സെപ്ഷൻ കിട്ടി. മൊബൈൽ അതിനകത്ത് ഉപയോഗിക്കാനും പൂർണ്ണമായി കവറേജ് ചെയ്യാനും ഉള്ള ഒരു അനുവാദം മാധ്യമപ്രവർത്തകൻ എന്ന രീതിയിൽ ലഭിച്ചു. ആരാധനാ വസ്തുക്കളാണ് ഈ കാണുന്നത്. നേർച്ച നൂല്, നേർച്ച എണ്ണ, ഡാൽമാറ്റിക്, ആൾരൂപങ്ങൾ, നിലവിളക്ക്, സ്പ്രിംഗ്ലർ, പാറ്റേൺ, കൂദാശാകർമ്മ വസ്തുക്കൾ, അംശവടി, പെക്ടോറൽ ക്രോസ്, ബെറേറ്റ, ഹോളി ഓയിൽസ്. ഈ കാണുന്നതാണ് അംശവടി, പെക്ടോറൽ ക്രോസ്, ബിറേറ്റ, പിന്നെ വിശുദ്ധ എണ്ണ, ഹോളി ഓയിൽസ്. പഴയ പള്ളിമണി ഇവിടെ മ്യൂസിയത്തിൽ സ്ഥാപിച്ചിട്ടുണ്ട്. അതാണ് ഈ കാണുന്നത്. പിന്നെ പഴയ പള്ളിയിലെ തിരുശേഷിപ്പുകൾ, പഴയ പള്ളിയിലെ തിരുശേഷിപ്പുകൾ, കുരുത്തോല, ഗോപുരശിലകൾ, സ്റ്റാച്യു ഓഫ് പാഷൻ ഓഫ് ക്രൈസ്റ്റ്, പഴയ പള്ളിയുടെ വാതിൽ, ക്രിസ്തുയേശുവിൻ്റെ ജീവിതം ചിത്രരൂപത്തിൽ ആലേഖനം ചെയ്തിരിക്കുന്നു. കുരുത്തോല, പാം ലീവ്സ്. എ പീസ് ഓഫ് ഓൾഡ് വെട്ടുകാട് ചർച്ച്, പഴയ പള്ളിയിലെ തിരുശേഷിപ്പുകളാണ് ഇതൊക്കെ. പഴയ പള്ളിയുടെ വാതിൽ ഇവിടെ മ്യൂസിയത്തിൽ സ്ഥാപിച്ചിട്ടുണ്ട്. അതിൻ്റെ തൊട്ടടുത്തായി ക്രിസ്തു യേശുവിൻ്റെ ജീവിതം ചിത്രരൂപത്തിൽ ആലേഖനം ചെയ്തിരിക്കുന്നു. പിന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് ഇങ്ങനെ താഴെ എഴുതി വച്ചിട്ടുണ്ട്. യേശുക്രിസ്തുവിൻ്റെ ഉത്ഥാനത്തിന് ശേഷം പെന്തക്കോസ്ത ദിനത്തിലാണ് തിരുസഭ ആരംഭിച്ചത്. സഭയുടെ സർവപ്രധാനവും സവിശേഷവുമായ ദൗത്യം സുവിശേഷ പ്രഘോഷണമാണ്. നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. ലൂക്ക 16:15. ഇന്ത്യയിൽ സുവിശേഷ ദൗത്യവുമായി എത്തിയ അപ്പോസ്തലനാണ് വിശുദ്ധ തോമസ്. പാർത്തിയായിലെ സുവിശേഷ പ്രചാരണ വേളയിൽ അദ്ദേഹം രാജാവായ ഗോണ്ട ഫെർണാണ്ടസിനെ സന്ദർശിച്ചു. AD 50 കേരളത്തിലെ കൊടുങ്ങല്ലൂരിൽ തോമസ് അപ്പോസ്തലൻ വന്നെത്തിയെന്നാണ് അറിയപ്പെടുന്നത്. AD 72 തോമസ് തമിഴ്നാട്ടിലെ മൈലാപ്പൂരിൽ രക്തസാക്ഷിത്വം വരിച്ചു. സുവിശേഷമെന്ന വാക്കിൻ്റെ അർത്ഥം ശുഭവാർത്ത എന്നാണ്. യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം 4 സുവിശേഷകന്മാർ രചിച്ചു. അവർ മത്തായി, മാർക്കോസ്, ലൂക്ക, യോഹന്നാൻ എന്നിവരാണ്. വായ്മൊഴിയിൽ നിന്നും ലിഖിത രൂപത്തിലേക്ക് രചിക്കപ്പെട്ട ആദ്യ സുവിശേഷം മാർക്കോസിൻ്റേതാണ്.
കത്തോലിക്ക റോമ സഭയിലെ ആദ്യ കൗൺസിൽ AD 325 നിഖ്യായിൽ സമ്മേളിച്ചു. വിശ്വാസ പ്രമാണം രൂപീകരിച്ചു. പാശ്ചാത്യ സഭാ പ്രദേശങ്ങൾ റോമ സാമ്രാജ്യത്തിൻ്റെ ഔദ്യോഗിക ഭാഷയായ ലത്തീൻ ആരാധനാ ക്രമത്തിനായി ഉപയോഗിച്ചു. വത്തിക്കാൻ സഭയുടെ ഔദ്യോഗിക കേന്ദ്രമായി. ഈ ദേവാലയം ലാറ്റിൻ റോമൻ കത്തോലിക്ക സഭയിലെ ആരാധനാ ആലയമാണ്. കൊല്ലം പ്രദേശത്തെ ക്രൈസ്തവ വിശ്വാസത്തിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. പാരമ്പര്യപ്രകാരം തോമസ് അപ്പോസ്തലൻ സ്ഥാപിച്ച 7 പള്ളികളിൽ കൊല്ലത്തും മറ്റൊന്ന് തിരുവിതാംകോടുമാണ്. 1329 സ്ഥാപിതമായ കൊല്ലം രൂപത 1853 ഔദ്യോഗികമായി നിലവിൽ വന്നു. 1937 കൊല്ലം രൂപത വിഭജിച്ചാണ് തിരുവനന്തപുരം, കോട്ടാർ എന്നീ രൂപതകൾ രൂപപ്പെട്ടത്. പാദ്രെ വാദോ എന്ന വാക്കിൻ്റെ അർത്ഥം സംരക്ഷണമെന്നാണ്. പരിശുദ്ധ സിംഹാസനവും പോർച്ചുഗൽ രാജ്യവും തമ്മിൽ 1514 മുതൽ രൂപപ്പെടുത്തിയ സമുദ്ര വ്യാപന സുവിശേഷീകരണ കരാർ ആണിത്. 19-ാം നൂറ്റാണ്ടിൽ റോമ കൂരിയയിലെ വിശ്വാസ പ്രചാരക സംഘം എന്ന വിഭാഗം മിഷൻ പ്രദേശങ്ങളിലെ ആത്മീയ കാര്യങ്ങൾ നേരിട്ട് നിർവഹിക്കുകയും അവയെ പോർച്ചുഗലിൻ്റെ നിയന്ത്രണത്തിൽ നിന്നും ഒഴിവാക്കുകയും ചെയ്തു. തിരുവനന്തപുരം രൂപതയിലെ മിക്ക തീരപ്രദേശങ്ങളും പാദ്രോവാദോയിലും ഉൾപ്രദേശങ്ങൾ പ്രോപ്പഗാൻഡയിലും ആയിരുന്നു. 1506 ഏപ്രിൽ 7 സ്പെയിനിൽ ജനിച്ച ഫ്രാൻസിസ് സേവിയർ യേശു സമൂഹത്തിലെ സൊസൈറ്റി ഓഫ് ജീസസ് പ്രധാന അംഗമായിരുന്നു. 1542 അദ്ദേഹം ഇന്ത്യയിലെ ഗോവയിൽ എത്തി. 1544 വിജയനഗര സാമ്രാജ്യത്തിലെ സേന തിരുവിതാംകൂറിനെ ആക്രമിച്ചപ്പോൾ ഫ്രാൻസിസ് സേവിയറിൻ്റെ ഇടപെടലോടെ പോർച്ചുഗീസ് സഹായം തിരുവിതാംകൂറിന് വാഗ്ദാനം ചെയ്തു. യുദ്ധത്തിൽ വിജയം നേടി. തുടർന്ന് ഫ്രാൻസിസ് സേവിയർ തിരുവിതാംകൂറിലെ ഈ തീരപ്രദേശങ്ങളിൽ കത്തോലിക്ക വിശ്വാസം പ്രഘോഷിച്ചു. അനേകർക്ക് ജ്ഞാനസ്നാനം നൽകി. 1599 ലത്തീൻ മെത്രാനായ അലക്സിസ് ദേ മെനസിൻ്റെ നേതൃത്വത്തിൽ നടന്ന ഉദയംപേരൂർ സുന്നഹദോസ് നെസ്തോറിയൻ പാഷാണ്ഡതയിൽ നിന്നും മലബാർ വിശ്വാസികളെ സംരക്ഷിച്ചു. 1653 കൂനൻ കുരിശ് സത്യപ്രകാരം മലബാർ ക്രിസ്ത്യാനികൾ പഴയ കൂർ, പുതിയ കൂർ എന്നിവയായി വിഭജിക്കപ്പെട്ടു. പഴയ കൂറ്റുകാരിൽ നിന്ന് സീറോ മലബാർ 1663, പുതിയ കൂറ്റുകാരിൽ നിന്ന് സീറോ മലങ്കര 1930 എന്നീ കത്തോലിക്ക വിഭാഗങ്ങൾ രൂപപ്പെട്ടു. തിരുവനന്തപുരം രൂപത 1937 ജൂലൈ 1 പയസ് 11 പാപ്പായുടെ ഇൻ ഒറ മലബാറിക്ക എന്ന തിരുവെഴുത്തു വഴി നിലവിൽ വന്നു. 1996 ജൂൺ 14 ഈ രൂപത വിഭജിച്ച് നെയ്യാറ്റിൻകര രൂപത രൂപപ്പെട്ടു. 2004 ജൂൺ 3 തിരുവനന്തപുരം രൂപത അതിരൂപത പദവിയിലേക്ക് ഉയർത്തപ്പെട്ടു. തിരുവനന്തപുരം അതിരൂപത പ്രോവിൻസിൽ കൊല്ലം, പുനലൂർ, ആലപ്പുഴ, നെയ്യാറ്റിൻകര എന്നീ രൂപതകൾ ഉൾപ്പെടെ 5 രൂപത നിലവിൽ ഉണ്ട്. നിങ്ങൾ ദൈവത്തിൻ്റെ ആലയങ്ങളാണ്. 1 കൊറിന്തർ 3:16. സജീവ ശിലകളായ മനുഷ്യൻ പണിത ആലയമാണ് തിരുസഭ. ഇതിൻ്റെ പ്രതിഫലനമായി വെട്ടുകാടിൽ ഗോതിക് രൂപ മാതൃകയിലെ പഴയ ദൈവാലയത്തിന് 1699 പണി ആരംഭിച്ചു. തുടർന്ന് അതിൻ്റെ 2ാം ഘട്ടം പണികൾ 1919 ലുസീഞ്ഞോ അച്ഛൻ്റെ കാലത്ത് നടന്നു. വെട്ടുകാടിലെ ക്രിസ്തുരാജ തിരുസ്വരൂപം റോമിൽ നിന്ന് ലഭിച്ച ചിത്രത്തിൻ്റെ മാതൃകയിലാണ് രൂപപ്പെടുത്തിയത്. 1940 വെട്ടുകാട് നിന്നുള്ള പ്രഥമ വൈദികനായ ഫാദർ ഹില്ലാരിയുടെ പൗരോഹിത്യ സ്വീകരണത്തോടനുബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ സംഭാവന നൽകിയതാണ് ഈ തിരുസ്വരൂപം. സർവ്വലോക രാജാവായ ക്രിസ്തുരാജൻ സകലർക്കും അനുഗ്രഹം ചുരിഞ്ഞുകൊണ്ട് ഇവിടെ വാഴുന്നു.
ഇടവകയ്ക്കും കുടുംബത്തിനും സമൂഹത്തിനും വേണ്ടി സ്വയം അർപ്പിച്ച അനേകം അൽമായർ വെട്ടുകാടിൽ ഉണ്ട്. അവരുടെ സംഭാവനകളാണ് വെട്ടുകാട് ഇടവകയുടെ ഈ ദൈവാലയവും. കടലിൽ മരണപ്പെട്ടവർ, സ്വാതന്ത്ര്യ സമര സേനാനികൾ, വിമോചന സമരത്തിൽ മൃത്യു വരിച്ചവർ, ധീര ജവാന്മാർ എന്നിവരെ സ്മരിക്കുന്നു. കലാകായിക രംഗങ്ങളിൽ മികച്ച നേട്ടങ്ങൾ കൈവരിച്ചവർ, നാട്ടിലും വിദേശത്തുമുള്ള വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ചവർ, ഇടവകയ്ക്കും സമൂഹത്തിനും സേവനം നൽകുന്നവർ, ഉത്തമ കത്തോലിക്കർ എന്നീ അൽമാരുടെ സംഭാവനകളെ സഭ ആദരിക്കുന്നു. മുൻ ഇടവക വികാരിയായ ജി. സ്റ്റീഫൻ അച്ഛൻ രചിച്ച ക്രിസ്തുരാജ പാദപൂജ എല്ലാ വെള്ളിയാഴ്ചയും വെട്ടുകാടിൽ പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുവിനോട് വ്യക്തിപരമായി പ്രാർത്ഥിക്കുന്ന അനുഭവമാണ് ഭക്തി. ദയാകടലായ ക്രിസ്തുവിൻ്റെ തീരത്ത് നിൽക്കുമ്പോൾ മനസ്സുകൾക്ക് ആശ്വാസം ലഭിക്കുന്നു. പയസ് 11 പാപ്പ 1925 ക്വാസ് പ്രിമാസ് എന്ന തൻ്റെ ചാക്രിക ലേഖനത്തിലൂടെ ക്രിസ്തു രാജ്യത്വ തിരുനാൾ ലോകം മുഴുവൻ ആഘോഷിക്കണമെന്ന് അറിയിച്ചു. കത്തോലിക്ക സഭയിലെ പരമ അധ്യക്ഷനെ അനുസരിച്ച് ക്രിസ്തു രാജ്യ തിരുസ്വരൂപം വെട്ടുകാടിൽ സ്ഥാപിച്ച നാൾ മുതൽ ഇവിടെ ഈ തിരുനാൾ ആഘോഷിച്ചു വരുന്നു. നാനാജാതി മതസ്ഥർ വെട്ടുകാട് ക്രിസ്തുരാജപാദത്തിൽ അനുദിനം വന്നണയുന്നു. വിശ്വാസത്തോടുള്ള ഹൃദയം തുറന്ന പ്രാർത്ഥനകൾക്ക് ക്രിസ്തുരാജൻ കരുണ ചൊരിഞ്ഞ് അനുഗ്രഹങ്ങൾ നൽകുന്നു. ക്രിസ്തുവിൻ്റെ അമ്മയുടെ മാതൃ ദേവൂസ് നാമത്തിലുള്ള ഈ ദൈവാലയത്തിൽ പ്രാർത്ഥിക്കുവാൻ, ആത്മീയ അനുഗ്രഹം നേടുവാനും ഏവരെയും സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധർ ക്രിസ്തുനാഥൽ ഐക്യപ്പെട്ട് ജീവിതം നയിച്ചവരാണ്. ഈ ലോകത്തിലായിരിക്കുമ്പോഴും സ്വർഗം ലക്ഷ്യമാക്കി യാത്ര ചെയ്ത ഇവർ നമുക്ക് മാതൃകയാണ്. വിശുദ്ധ സഭയുടെ തിരുശേഷിപ്പുകൾ വിശുദ്ധിയിലേക്ക് പ്രചോദനം നൽകുന്നു. വിശുദ്ധരുടെ തിരുശേഷിപ്പുകൾ വിശുദ്ധിയിലേക്ക് പ്രചോദനം നൽകുന്നു. ക്രിസ്തുരാജ സന്നിധിയിൽ വന്നെത്തുന്ന എല്ലാ ഭക്തരെയും ഉൾക്കൊള്ളാൻ തക്കവിധം ദൈവാലയ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ 2009 ആരംഭിച്ചു. റോമ, ഗ്രീക്ക്, ഗോത്തിക്, ബൈസന്റൈൻ, ബാറോക്ക്, കേരള സമ്മിശ്ര വാസ്തുവിദ്യയിൽ നിർമ്മിച്ചതാണ് ഈ ദൈവാലയം. 2009 ജനുവരി 30 രൂപത അധ്യക്ഷൻ സൂസപ്പാക്യം മെത്രാപ്പൊലിത്ത ഈ ദൈവാലയം ആശീർവദിച്ചു. തെലുങ്ക്, കന്നഡ, മലയാളം, തമിഴ്, മറാത്തി, ഹിന്ദി, കൊങ്കണി, സന്താലി, ഗുജറാത്തി, ബംഗാളി, ഗാരോ, ആസാമീസ്, കുക്കി, കാസി, രാഭ എന്നീ ഇന്ത്യൻ ഭാഷകളിലെ വിശുദ്ധ ഗ്രന്ഥം ബൈബിൾ ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നു. അവർ ലേഡി ഓഫ് ലൂർദിലെ ഗ്രോട്ടോ ആണത്.
വെട്ടുകാട് ഇടവക ദൈവാലയത്തിലെ പാതുകാവലിൻ്റെ ആദ്യ സ്വരൂപം. AD 595 മുതലുള്ള ദിവ്യ കാരുണ്യ അത്ഭുതങ്ങൾ വിവരിക്കുന്നു. AD 787 മഹാനായ ഗ്രിഗറി പാപ്പ ഒരു ഞായറാഴ്ച റോമിലെ വിശുദ്ധ പത്രോസിൻ്റെ ബസലിക്കയിൽ ദിവ്യബലി അർപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ ദിവ്യകാരുണ്യം സ്വീകരിക്കാൻ പരിഹസിച്ചു ചിരിച്ച ഒരു സ്ത്രീക്ക് മുന്നിൽ 2 തിരുവോസ്തികൾ മാംസമായി മാറി. ഇവ ജർമ്മനിയിലെ ആൻടെക്സ് ബെനഡിക്റ്റ് ആശ്രമത്തിൽ ഇന്നും സൂക്ഷിക്കുന്നു. 1171 ഈസ്റ്റർ ദിനത്തിൽ ഇറ്റലിയിലെ ഫെറാറയിൽ ബഡോ എന്ന സ്ഥലത്തെ ഇടവക വികാരി ദിവ്യബലി മധ്യേ തിരുവോസ്തി മുറിച്ചപ്പോൾ അതിൽ നിന്ന് രക്തം വീഴാൻ തുടങ്ങി. ആ രക്തത്തുള്ളികൾ കൊണ്ട് അൾത്താരയും സക്രാരിയും നനഞ്ഞു. 1442 യൂജിൻ 4 പാപ്പ നൽകിയ അപ്പോസ്തലിക ലേഖനം ഇതിനെക്കുറിച്ച് പറയുന്നു. 1254 ഈസ്റ്റർ ദിനത്തിൽ ഫ്രാൻസിലെ ദുബൈയിലെ ഇടവക പള്ളിയിൽ ദിവ്യകാരുണ്യം വിശ്വാസികൾക്ക് നൽകിയപ്പോൾ ഒരു തിരുവോസ്തി താഴെ വീണു. അതെടുക്കാൻ കുനിഞ്ഞപ്പോൾ തനിയെ ഉയർന്ന് പ്യൂരിഫിക്കേറ്ററിൽ വന്നിരുന്ന് സ്വയം പ്രകാശിച്ചു. പിന്നീട് ഇത് സാക്ഷ്യപ്പെടുത്താനെത്തിയ മെത്രാന് മുന്നിൽ മുൾക്കിരീടം അണിഞ്ഞ തിരുമുഖം ആയി തിരുവോസ്തി കാണപ്പെട്ടു. 1297 സ്പെയിനിലെ ജെറോനായിലെ സാൻഡിയോലെ ബെനഡിക്റ്റ് ആശ്രമത്തിൽ ഒരു വൈദികൻ കന്യാസ്ത്രീകൾക്ക് ദിവ്യബലി അർപ്പിക്കുകയായിരുന്നു. ഓസ്തിയിലെ തിരു സാന്നിധ്യത്തെക്കുറിച്ച് സംശയിച്ച ആ പുരോഹിതൻ്റെ വായിൽ തിരുവോസ്തി രക്തം ഇറ്റിറ്റ് വീഴുന്ന മാംസ കഷണമായി മാറി. പോളണ്ടിലെ ക്രാക്കോയിൽ 1345 ഈ അത്ഭുതം. ക്രാക്കോയിലെ വേവൽ എന്ന ഇടത്ത് പള്ളിയിലെ സകല വസ്തുക്കളും കൊള്ളയടിക്കപ്പെട്ടു. സക്രാരിയിലെ അരുളുകയും മോഷ്ടിച്ചു. തുടർന്ന് അതിനെ ഒരു ചതുപ്പിൽ വലിച്ചെറിഞ്ഞു. രാത്രിയിൽ ആ ചതുപ്പിൽ നിന്ന് അരുളിക്കായിലെ പ്രകാശം വളരെ ദൂരേക്ക് വ്യാപിച്ചു. 1400 നെതർലൻഡിലെ ബോക്സ്മീരിലെ സെയിൻറ്റ്സ് പീറ്റർ ആൻഡ് പോൾ പള്ളിയിലാണ് ഈ അത്ഭുതം. ദിവ്യബലി വേളയിൽ കാസയിലെ വീഞ്ഞ് തിരുരക്തമായി മാറുകയും അത് തിളച്ചു കുമിള പോലെ പൊന്തി വന്നു കോർപ്പറിൽ വീണു. ഈ രക്തക്കറ ഈ തുണിയിൽ ഇന്നും മാറ്റമില്ലാതെ കാണാം. ഫ്രാൻസിലെ പ്രസാക്കയിൽ സെൻറ്റ് ജൂഡ് പള്ളിയിൽ 1643 പെസഹ വ്യാഴാഴ്ച തിരുകർമ്മങ്ങൾ കഴിഞ്ഞ് വിശ്വാസികൾ എല്ലാവരും പോയി. കത്തിച്ച തിരിക്കൽ അൾത്താരയിൽ വെച്ചിരുന്നു. രാത്രിയിൽ തടിയിലെ അൾത്താരയും സക്രാരിയും കത്തി അമർന്നു. സിബോറിയവും ഉരുകിപ്പോയി. എന്നാൽ ആ തിരുപാത്രത്തിൻ്റെ ഉള്ളിലിരുന്ന ആ ഒരു തിരുവോസ്തി കത്തിപ്പോയില്ല. കൊളംബിയയിലെ ചെറുദ്വീപായ തുമാക്കോയിൽ 1906 സുനാമി ഉണ്ടായപ്പോൾ അവിടുത്തെ ജനങ്ങളുടെ ആവശ്യപ്രകാരം വികാരി ലാൻഡൻ്റെ തിരുവോസ്തി ഒരു ചെറിയ സിബോറിയത്തിൽ തിരുപാത്രത്തിൽ എടുത്തു. കടലിനെ നോക്കി ആശീർവദിച്ചു. അലറി വന്ന കടൽ ശാന്തമായി. കാനായിലെ കല്യാണ വീട്ടിൽ വെള്ളം വീഞ്ഞാക്കിയ അത്ഭുതവും ഇസ്രയേലിൻ്റെ രക്ഷകനായ മോശയുടെ പ്രതീകവും ചെങ്കടൽ രണ്ടായതിൻ്റെ പ്രതീകവുമെല്ലാം മ്യൂസിയത്തെ വളരെ ആകർഷകമാക്കുന്നു. കാനായിലെ കല്യാണ വീട്ടിൽ വെള്ളം വീഞ്ഞാക്കിയ അത്ഭുതവും ഇസ്രയേലിൻ്റെ രക്ഷകനായ മോശയുടെ പ്രതീകവും
ചെങ്കടൽ രണ്ടായതിൻ്റെ പ്രതീകവുമെല്ലാം മ്യൂസിയത്തെ വളരെ ആകർഷകമാക്കുന്നു. ആദ്യകാല ക്രിസ്ത്യാനികളെ അടക്കം ചെയ്തിരുന്ന ഭൂഗർഭ സ്ഥലങ്ങളാണ് കാറ്റകോമ്പുകൾ. യഹൂദരെ ഭയന്ന് ആദിമ ക്രിസ്ത്യാനികൾ ഒരുമിച്ച് കൂടുകയും പ്രാർത്ഥിക്കുകയും ബലി അർപ്പിക്കുകയും ചെയ്തത് കാറ്റകോമ്പുകളിൽ വെച്ചായിരുന്നു. ഈ ഭൂഗർഭ മ്യൂസിയം കാറ്റകോമ്പുകളെ ഓർമ്മിപ്പിക്കുന്നു. മ്യൂസിയത്തിലെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നു. ഒപ്പം പുറമേയുള്ള കാഴ്ചകളും കണ്ട് നമുക്ക് ഈ എപ്പിസോഡ് അവസാനിപ്പിക്കാം. എന്തായാലും വളരെ ഭക്തിസാന്ദ്രമായ കാഴ്ചകൾ സമ്മാനിച്ച വെട്ടുകാട് മാതൃദേവൂസ് ദൈവാലയത്തിനും ദൈവത്തിനും നന്ദി. അവരുടെ പേരെന്താണ്? എൻ്റെ ഒരു ജോസഫ് പാസ്കൽ. ഇവിടെ എത്ര അല്ല ഈ പള്ളിയിൽ? ഞാനിവിടെ 16 വർഷമായി. 16 വർഷമായിട്ട് പള്ളിയിൽ സേവനം ചെയ്യുന്നു അല്ലേ? അത് 16 വർഷം. ശരി, ദൈവാനുഗ്രഹിക്കട്ടെ. വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം.